നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഓണച്ചിത്രങ്ങൾ. പതിപോലെ തന്നെ ഈ ഓണക്കാലത്തും ധാരാളം ചിത്രങ്ങൾ പല ഭാഷകളിലായി നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഏറെ വിശ്വാസമുള്ള, നമുക്കേറെ പ്രിയപ്പെട്ട, നമ്മളേറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കൂട്ടുകെട്ടിൻ്റെ ചിത്രം കൂടി നമ്മളിലേക്ക് എത്തുന്നു. ഒപ്പത്തിൻ്റെ സംവിധായകൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരുപാട് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ പ്രിയദർശനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. അതോടൊപ്പം തന്നെ ഓണാശംസകൾ. ഇനിയും കാണാത്ത പ്രേക്ഷകർക്കായി എങ്ങനെ പരിചയപ്പെടുത്തുന്നു ഒപ്പം എന്ന സിനിമയെ? ഈ കറക്റ്റ് വാക്ക് പറഞ്ഞാൽ ഓണപ്പടം എന്ന് പറയാം. അതാണ് കറക്റ്റ്. അതായത് ജനറലി പറയും കീപ് യുവർ ബ്രെയിൻസ് അറ്റ് ഹോം ആൻഡ് കം ആൻഡ് എൻജോയ് ദ ഫിലിം. അതുപോലൊരു സിനിമയാണ്. അതായത് ഇപ്പം ബുദ്ധിമാന്മാർക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കുന്ന ആളല്ല ഞാൻ, സാധാരണക്കാരന് വേണ്ടി സിനിമ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പം ഒപ്പം എൻ്റെ പല സിനിമകളും പോലെ ഒരു നല്ല എൻ്റർടൈനറാണ്. പക്ഷേ ഇപ്പം കിലുക്കമോ തേന്മോഹൻ കൊമ്പത്തോ ചന്ദ്രലേഖയോ ചിത്രമോ ഒന്നും പോലെയല്ല. അപ്പോൾ എടുക്കാത്ത സിനിമകൾ എന്താണെന്ന് വെച്ചാൽ ത്രില്ലർ എന്ന് പറഞ്ഞൊരു ജോണർ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ത്രില്ലർ ആണെങ്കിൽ ഒരു ഡാർക്ക് ഫിലിമല്ല. ഒരുപാട് കുറച്ചൊക്കെ ചിരിക്കാനും കുറച്ച് ഒത്തിരി വിഷമിക്കാനും നമ്മൾ ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് ഒപ്പം. മുഴുവൻ ചേരുവകൾ ഒരു ഓണപ്പടത്തിന് വേണ്ട. അതെ. സോ ഓണം പോലൊരു ഉത്സവ സമയത്ത് തീർച്ചയായിട്ടും ആളുകളെ രസിപ്പിക്കുന്ന ഒരു സിനിമ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ എൻ്റെ കഴിഞ്ഞ സിനിമ നോക്കിയാൽ ഇപ്പം മിന്നാരം, കിലുക്കം, ആര്യൻ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഓണത്തിന് ഭയങ്കര സക്സസ്ഫുള്ളായ സിനിമകളാണ്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണ്. ബാക്കി നമുക്ക് അതിലാരെയൊക്കെ? സാധാരണ എൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഈ വേണുചേട്ടൻ, ജഗതി, പപ്പു, ഇന്നസെന്റ്, അങ്ങനെ കുറേ ആൾക്കാർ, തിലകൻ, സുകുമാരി ചേച്ചി, അങ്ങനെ കുറേ ആൾക്കാരെ കാണും. അതിൽ പലരും ഇന്നില്ല. അപ്പം ഇത്തവണ ഞാനൊരു സിനിമ എടുത്തപ്പോൾ പഴയവരിൽ നെടുമുടി വേണു, ഇന്നസെന്റ്, മാമുക്കോയ എന്നുള്ളൊരു ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ഇന്നത്തെ സിനിമയുടെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന കുറേ നടന്മാരുണ്ട്. ചെമ്പൻ വിനോദ്, കനാരൻ, അജു, ഷാജോൺ, ഇവരൊക്കെ ആയിട്ട് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യണം. അപ്പം 2 ജനറേഷനെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒപ്പം. 80s-ലെയും 90s-ലെയും സിനിമകൾ നോക്കുകയാണെങ്കിൽ കുതിരവട്ടം പപ്പു, ഇന്നസെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ജഗദീഷ്, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുമാരുമായിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു പുതിയ ജനറേഷൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസം ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും, ഈ നമ്മൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ശങ്കരാടി സാറ്, അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ, പപ്പുവേട്ടൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ എത്രയോ വർഷം കണ്ടിട്ട് മടുത്തിട്ടില്ല. കഴിഞ്ഞൊരു 8 വർഷമായിട്ട് ഞാൻ നോക്കുമ്പോൾ പലരും വന്നിട്ട് അങ്ങനെ തന്നെ മാഞ്ഞു പോകുന്നു. വേഗം ആളുകൾക്ക് മടുത്തു പോകുന്നു, മനസ്സിലെ. പക്ഷെ അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന കുറേ ആൾക്കാർ, ഒരുപാട് ഇന്നത്തെ ജനറേഷനിലെ ആർട്ടിസ്റ്റുകൾ, അതായത് ഇപ്പം ഞാൻ ഈ വർക്ക് ചെയ്തപ്പോഴൊക്കെ വളരെ ഡിസിപ്ലിൻഡാണ്, പിന്നെ ഡെഫിനറ്റ്ലി ടാലൻറ്റഡുമാണ്. പക്ഷെ അവരവരുടേതായ ഒരു രീതിയിലോട്ട് എനിക്ക് ഇനിയും 2 പടം എടുക്കും അവരുമായിട്ടൊക്കെ ഒന്ന് ഇഴുകി ചേർന്ന് വരാനായിട്ട്. സ്ലാപ്സ്റ്റിക് കോമഡികൾ എനിക്കൊന്ന് മലയാളികൾക്ക് അത് സുപരിചിതമായത് തന്നെ സാറിൻ്റെ സിനിമകളിലൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പുമായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഒരു സിനിമയിൽ നമുക്ക് അത്തരത്തിലുള്ള ഹ്യൂമർ പ്രതീക്ഷിക്കാവോ? ഇല്ല, അത്തരത്തിലുള്ള ഇനിയിപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. മതി ഇനി ഇത്, ആ മടുപ്പ് എനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ചില ഹ്യൂമറുകളൊക്കെ വേണം. എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും ഒരു കുഞ്ഞുണ്ടെന്ന് പറയും. ആ കുഞ്ഞിന് വേണ്ടിയാണ് എൻ്റെ സിനിമ. അപ്പോൾ അതിൽ ആക്ഷൻ ആവാം. അതിനകത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പല രീതിയിലുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ആർട്ട് സെക്ഷനിലുള്ള സിനിമയായിരുന്നു കാഞ്ചീപുരം, അതുപോലെ തന്നെ കാലാപാനി. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളുണ്ട്. അപ്പം ഇത് നമുക്കൊരു പുതിയ തരം സിനിമ എടുക്കുമ്പോൾ വേറൊരു ത്രില്ലുണ്ട്. ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നത്, ആ ത്രില്ല് ഒപ്പത്തിലുണ്ട്. നമ്മുടെ മലയാളത്തിലോട്ട് വന്ന് ഒരു സിനിമ എടുക്കുന്നത് ഇടയ്ക്ക് ഒരു വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഫീലിനാണോ? അല്ല, ഞാനൊരു കാര്യം പറയാം. പൂച്ചിക്കൊരു മുക്കത്തി തൊട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ എഴുതിയ കുയിലിനെ തേടി തൊട്ടുള്ള സിനിമകൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണാം, എനിക്ക് തന്നെ കാണാം ഒരു ഗ്രോത്ത്. നമ്മളെക്കാട്ടിലും ഞാൻ എപ്പോഴും സിനിമ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, എന്നെക്കാട്ടിലും മിടുക്കന്മാരായിട്ടുള്ള സംവിധായകന്മാർ അവരുടെ പടങ്ങൾ കാണുമ്പോൾ നമുക്കൊരു വാശിയാവും, ഇതിനെക്കാട്ടിലും നന്നായിട്ട് എടുക്കണമല്ലോ. അതെന്താ അവർ ചെയ്തിരിക്കുന്നത്? ദാറ്റ്സ് ഹൗ ഐ ലേൺ സിനിമ. ഭരതേട്ടൻ, ഭാരതിരാജ,
അങ്ങനെയുള്ള ഒരുപാട് ശ്യാം ബെനഗൽ, ഡേവിഡ് ലീൻ എന്ന് പറയുന്ന എനിക്കൊരു ഗുരു തന്നെയുണ്ട്. ഞാൻ അദ്ദേഹത്തിനാണ് മനസ്സിൽ ഗുരുവായിട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇതൊക്കെയാണ് എന്നെ ഇൻസ്പയർ. ഞാൻ പഠിക്കുകയായിരുന്നു പല പ്രാവശ്യവും കണ്ടിട്ട്. സോ ഇപ്പോൾ ഒപ്പത്തിലെത്തി നിൽക്കുമ്പോൾ ഇത്രയും വർഷങ്ങളിൽ ഞാൻ പഠിച്ച സിനിമകളിലും അതിൻ്റെ ടെക്നിക്കൽ നോളജും എല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ടെക്നിക്കലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഒപ്പം. കാരണം കാലത്തിനൊട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ കൂടെയുള്ള എന്നെക്കാട്ടിലും മിടുക്കന്മാരായിട്ടുള്ള പല ഡയറക്ടേഴ്സും ചിലരൊക്കെ മാഞ്ഞു പോയി. എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരൊറ്റ മിസ്റ്റേക്ക് ഉണ്ട്. അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഒരുപാട് സിനിമകൾ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്നിട്ടുണ്ട്. മോഹൻലാൽ എന്നുള്ളൊരു നടൻ്റെ ചിത്രങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ നിരവധി നൂറുകണക്കിന് ചിത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ കാണാത്ത ഒരു മോഹൻലാലിനെ കാണിച്ചു തരിക എന്നുള്ളത് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്കിൽ ഇപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു സിനിമ ചെയ്യുന്നു. അതെ, അതിന് ഷുവറാണ്, ഐ അഗ്രി വിത്ത്. അതായത് പക്ഷേ ഞാൻ അതിനുവേണ്ടി മനഃപൂർവ്വം ശ്രമിക്കാറില്ല. എപ്പോഴും മോഹൻലാൽ എന്ന് പറഞ്ഞ നടനോട് പ്രിയദർശൻ എന്നുള്ളൊരു സംവിധായകൻ അല്ല, മലയാളത്തിലുള്ള ഏത് സംവിധായകനും ഒരു കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കഥാപാത്രത്തിനെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ കയ്യിലേക്കും വിട്ടേക്കാണ്. കാര്യം അവിടെ അത് സേഫാണ്. കാര്യം ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മണിരത്നം എന്നോട് പറഞ്ഞൊരു കാര്യം. ഇരുവർ എന്നുള്ള സിനിമയിൽ പുള്ളി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ശരിക്കും MGR വെച്ചാണോ ഷൂട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയും പുള്ളി. അത് മണി പറഞ്ഞു കൊടുത്തോണ്ടല്ല, ലാൽ സ്വയം ക്യാരക്ടർ മനസ്സിലാക്കി ചെയ്യാം. നമുക്ക് ഒരു ക്യാരക്ടർ സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കി കൊടുത്തേച്ചാൽ മതി, ബാക്കി കാര്യം നമ്മൾ അറിയണ്ടായില്ല. സോ എനിക്ക് തോന്നുന്നു ലാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ സിനിമയിൽ അന്ധനായിട്ട് അഭിനയിക്കുമ്പോൾ എൻ്റെ അടുത്ത് തോന്നി ഈ അന്ധന്മാർ മുഴുവൻ വടിയും പിടിച്ച് മുകളിലോട്ട് നോക്കിയല്ല ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതെ. അപ്പം ഞാൻ ഒരുപാട് ഇതിലൊക്കെ പോയി, ബ്ലൈൻഡ് സ്കൂള്, അങ്ങനെ കുറേ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടു. സോ അത് വ്യക്തമായിട്ട് ലാൽ അഡാപ്റ്റ് ചെയ്തു ഈ സിനിമയിൽ. എങ്ങനെയാണ് ഒരു സിനിമയുടെ പ്രിയദർശൻ എന്നുള്ളൊരു സംവിധായകൻ്റെ സിനിമയിൽ ആ ഒരു ചിത്രത്തിൻ്റെ ബർത്ത് എങ്ങനെയാണ്? പൂച്ചക്കരി മൂക്കുത്തി തൊട്ട് ഒപ്പം വരെ നോക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചിലർ പറയും ഇയാൾ കോപ്പി അടിച്ചു, ഇയാൾ അവിടുന്ന് എടുത്തു. എല്ലാവരുടെ ജീവിതത്തിലും സിനിമയിൽ ഞാൻ കണ്ടു പഠിച്ചതാണ് സിനിമ. അപ്പം നമുക്ക് കണ്ടിഷ്ടപ്പെട്ട സിനിമകളുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ സിനിമയിൽ ഉണ്ടാവും, അത് നാച്ചുറലാണ്. പിന്നെ കുറേ കഴിഞ്ഞിങ്ങനെ നമ്മൾ മെച്ചുവേർഡായി സിനിമ ഇങ്ങനെ കുറേ ചെയ്തൊക്കെ വരുമ്പോൾ പതുക്കെ അതിൽ നിന്ന് മാറും. അങ്ങനെയാണ് കാഞ്ചീപുരവും കാലാപാനിയൊക്കെ ഉണ്ടാകുന്നത്. ആര്യൻ എന്ന് പറയുന്നൊരു ആര്യൻ നാടകമാണ്. അപ്പോൾ തേന്മാവൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ആൾ പറഞ്ഞു കേട്ട ഒരു ചെറിയ ലൈനാണ്. അതുപോലെയാണ് ഒപ്പം എന്ന് പറയുന്നത്. ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു കഥാസാരം, ഇങ്ങനെ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒരു മർഡർ കണ്ടു എന്ന് പറഞ്ഞൊരു കഥ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ എന്തിനാണ് അയാളുടെ മുമ്പിൽ ഒരു മർഡർ കാണുന്നു, അയാൾക്ക് മാത്രമേ അറിയാവുള്ളൂ അതാരാണ്. അവിടുന്ന് ഒരു കഥ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കി, ഇത് വർക്കൗട്ട് ആവുമോ? ഒരു നിമിഷത്തിൽ തോന്നി ഇത് വർക്കൗട്ട് ആവും. എന്നാൽ ഇത് ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമോ? എനിക്ക് വളരെ നിർബന്ധമാണ് സിനിമ എന്ന ആളുകൾ പടം രസിക്കണമെന്ന്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് എപ്പോഴും ഞാൻ സിനിമ ചെയ്യാറ്. ഒരു കൗതുകത്തിന് പുറത്ത് ചോദിച്ചിട്ട് ഈ തേന്മാവൻ കുമ്പത്ത് ഇതുപോലെ ഒറ്റ വരിയിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞത്. എന്താണ് ആ ഒരു യാത്രയിൽ ചേട്ടനും അനിയനും ഒരേ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ഒരു യാത്ര. ഈ യാത്ര എന്ന് പറഞ്ഞ സംഭവം ആണ്. അതിനെ വെച്ചിട്ടൊരു അതിൻ്റെ ഒരു ചെറിയ സംഭവം. നിർമ്മൽ എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കണ്ണൂരുള്ള സ്റ്റുഡിയോയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു 2-3 ഇങ്ങനൊരു യാത്ര വെച്ചിട്ടൊരു സിനിമ എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ സിനിമ ഞാൻ സിനിമയാക്കിയത്. അപ്പോൾ ആ ചേട്ടൻ്റെ അനിയനും കൂടെയുള്ള യാത്രയും അതിൽ അവർ കാണുന്ന ഒരേ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയിലുമാണ് നമ്മുടെ ഈ ലേലു വല്ലു ഒക്കെ വരുന്നത്. അവിടുന്നാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് ലേലു വല്ലു ഒക്കെ ഉണ്ടായത്, ടാസ്കി വിളിയുടെ ഉണ്ടായത് എല്ലാം. തീർച്ചയായും ഈ ഇപ്പോഴും നമ്മുടെ മലയാളികളുടെ ജീവിതത്തിൽ ഈ സാറിന്റെ സിനിമകളിലെ ഡയലോഗൊക്കെ പറയാതെ പോകുന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ ഇപ്പൊ ശരിയാക്കി തരാം. അതെ, നേരത്തെ ഒരിക്കലും ഇപ്പോൾ ഞാൻ ബോംബെ എയർപോർട്ടിൽ ഒരു 10-12 വയസ്സുള്ള കുട്ടി എന്നെ ഒന്ന് വിളിച്ചപ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു അമ്മൂമ്മയുണ്ട്. അവർക്കൊരു 80 പാലക്കാട് കോയമ്പത്തൂരിലുള്ള ഒരു ഫ്ലൈറ്റ് പോയിരിക്കും. എന്നിട്ട് ഞാൻ ഒരിക്കലും കാണുമെന്ന് വിചാരിച്ചില്ല, എപ്പോഴെങ്കിലും കാണണമെന്നുണ്ടായിരുന്നു. എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ നടന്നിട്ട് ഞാൻ ഒരുപാട് വർഷം ചിരിച്ചിട്ടില്ല.
ഇയാളാണോ എന്നെ ആദ്യമായിട്ട് ചിരിപ്പിച്ചത്. ഇപ്പോഴും എനിക്ക് മനസ്സ് നോവുമ്പോൾ ഞാൻ ഇയാളുടെ പടങ്ങൾ കാണും. എനിക്ക് തോന്നുന്നൊരു വലിയ എനിക്കതൊരു വലിയൊരു ഒരു സോഷ്യൽ ഡ്യൂട്ടി മാതിരി തോന്നി. അതായത് നമുക്കൊരു ദേശീയ അവാർഡ് കിട്ടിയത്, പത്മശ്രീ കിട്ടിയത് ഒന്നുമല്ല, അതിനെക്കാട്ടിലൊക്കെ ഒരു സന്തോഷം ഉള്ളൊരു മൂമെൻ്റ് ആയിരുന്നു അമ്മമ്മ അത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സിനിമ ഒരു വേസ്റ്റായി പോകുന്നില്ല. ഇനി വീണ്ടും ഒപ്പത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഒപ്പത്തിൽ പുതിയ കുറേ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം മാറുമ്പോൾ നമ്മൾ മാറും. ഇപ്പം അന്നത്തെ കാലത്തെ ലവ് അല്ല ഇന്നത്തെ കാലത്തെ ലവ്. ഞാൻ പ്രേമിച്ച രീതിയിലല്ല ഇപ്പം എൻ്റെ മോൻ പ്രേമിക്കുന്നത്. അപ്പം അവനോട് ചോദിക്കണം, നമ്മളിപ്പോൾ എഴുതുമ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ ആരെങ്കിലും പ്രേമിക്കുമോ എന്ന് ചോദിക്കുവാൻ. അപ്പം പിന്നെ എങ്ങനെയാണെന്ന് നമ്മൾ അവനോട് ചോദിച്ചാലേ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു ലവ് സ്റ്റോറി എഴുതാൻ പറ്റും. സോ ഞാനെന്താ ചോദിച്ചാൽ, എൻ്റെ അനുഭവം, അവരുടെ കാലത്തിനെ കുറിച്ചുള്ള അറിവ്, സോ യങ്സ്റ്റേഴ്സിന് എൻ്റെ എക്സ്പീരിയൻസും യങ്സ്റ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കൂടെ ഇവിടെ പിടിച്ചു നിൽക്കാം. വീട്ടിൽ നമ്മൾ സിനിമയുടെ പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ സ്ലാപ്സ്റ്റിക് കോമഡിയുടെ സീൻസൊക്കെ അതെങ്ങനെയാണ് അതൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്? അതെന്താ സ്ക്രിപ്റ്റ് ചെയ്തതല്ല, കൂടുതലെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാണ് എനിക്കതിൽ ഏറ്റവും നന്ദി. അച്ഛൻ ലൈബ്രറിയിലായതുകൊണ്ട് പണ്ട് കുറേ പുസ്തകങ്ങൾ വരുന്നതിൻ്റെ അകത്ത് കുറേ കോമിക്കുകൾ കൊണ്ടുതരുമായിരുന്നു. ഈ കോമിക്സാണ് എനിക്ക് അന്ന് എൻ്റെ ഏറ്റവും, ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആസ്ട്രിക്സും അങ്ങനെയുള്ള സംഭവമുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിം ഇപ്പോഴും എന്താണെന്നറിയോ? ടോം ആൻഡ് ജെറി. എൻ്റെ ഒരു ഇഷ്ടം പോലെ ഉണ്ട് ടോം ആൻഡ് ജെറി. എനിക്ക് എത്ര പ്രാവശ്യം വേണം കാണാം. ഇതിൽ നിന്നാണ് ഞാൻ സ്ലാപ്സ്റ്റിക്കിലോട്ട് എനിക്കൊരു താല്പര്യം തുടങ്ങിയത്. ശരിക്കും കാർട്ടൂൺസും കോമിക്സുമാണ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തത് ഹ്യൂമറിന്. ഈ സ്റ്റോറി ടെല്ലിംഗ്, പ്രിയദർശൻ എന്നുള്ള സംവിധായകൻ കഥ എത്ര നന്നായി പറഞ്ഞു കൊടുക്കുന്നു, സ്വയം ഒരു അവലോകനം ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ്? കാരണം ഞാനൊരു കഥ കേട്ടു, രേവതി കിലുക്കത്തിന് മുമ്പായിട്ട് അവരുടെ അടുക്കലൊരു സിനിമയെക്കുറിച്ച് അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയും അത്ര ഇംപ്രസ്ഡ് അല്ലാതെ. അത് എന്നോട് എനിക്കെന്നല്ല, എനിക്ക് കഥ പറയാൻ അറിയില്ല. എൻ്റെ അടുത്ത് വേണുചേട്ടൻ പറയും, പലരും ചോദിച്ചിട്ടുണ്ട് പ്രിയദർശൻ നല്ല ഹ്യൂമറസ് ആയിട്ട് ഒരാളാണെന്ന്. വേണുചേട്ടൻ അവന് ഹ്യൂമർ എന്നുള്ള ഒരു ലൈൻ പോലും പറയാറില്ല. എനിക്ക് ഒരു തമാശ പോലും നേരെ ചൊവ്വേ പറയാറില്ല ഒരാളെ ചിരിപ്പിക്കാനൊന്നും. സോ പക്ഷേ മനസ്സിൽ അത് നമ്മളൊരു ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് നന്നായിട്ട് ഹ്യൂമറിനെ കുറിച്ച് ഉള്ള ബോധം ഉണ്ടാവും എന്നുള്ള വിശ്വാസക്കാരനാണ്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങനെയാണ് ചിരിപ്പിക്കുന്നതെന്നല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ സിനിമയുടെ സിറ്റുവേഷൻസിലാണ് ബിലീവ് ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് സീരിയസ് ആയിരിക്കണം, അവർ ചിരിപ്പിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ ആ സിറ്റുവേഷൻ കൊണ്ട് ആളുകൾ ചിരിച്ചോളൂ. അതായിരുന്നു എൻ്റെ തമാശ ചിത്രങ്ങളുടെ സക്സസ് എന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ മലയാളികൾക്ക് ഇടയിൽ, മലയാളി ആക്ടേഴ്സിൻ്റെ ഇടയിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോയതും ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള നിരവധി ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനോട് വർക്ക് ചെയ്തിട്ട് പൊതുവെ എനിക്കൊന്ന് ഹിന്ദി സിനിമകളിലൊരു നായകനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് കൂടുതലും തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുമാർക്കുള്ളൊരു സ്പേസ് ഇല്ലാത്തൊരു സ്ഥലമാണ് ഹിന്ദി സിനിമ. ഞാൻ ചെയ്യാൻ പോയത് കാശുണ്ടാക്കാനാണ്. ഞാൻ അതുകൊണ്ട് മലയാള സിനിമയിൽ ചെയ്തത് അതിനല്ല. മലയാള സിനിമ ചെയ്യുമ്പോൾ നമുക്ക്, എൻ്റെ എല്ലാ സിനിമ ഒരു പിക്നിക്ക് പോലെയായിരുന്നു. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ ഒപ്പം പോലും ഞാൻ സത്യമായി ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സിനിമ ചെയ്തിട്ട് വൈകുന്നേരം ഷൂട്ടിങ് കഴിഞ്ഞ് റൂമിൽ പോയാൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്, ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷേ ഹിന്ദി എന്താണ് ഗ്ലാമറും അതുമുതൽ, അപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള രീതിയിൽ ഹിന്ദി സിനിമകൾ ചെയ്തു. എന്ന് വെച്ചാൽ നാഷണലായിട്ടൊരു റെക്കഗ്നീഷൻ ഉണ്ടാവാൻ വേണ്ടി ഹിന്ദി സിനിമ ചെയ്തൊന്ന് കൂട്ടിയാൽ മതി. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എൻജോയ് ചെയ്തത് മലയാള സിനിമ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനിയും മലയാളത്തിൽ സിനിമ ചെയ്താൽ നമുക്ക് എല്ലാവരും നമ്മുടെ വീട്ടിൽ, മറ്റത് എന്തൊക്കെയോ കുറേ ആൾക്കൂട്ടത്തിനിടയിൽ പോയി നിന്ന് സിനിമ ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. ഇവിടെ നമ്മുടെ സ്വന്തം ആൾക്കാരുടെ കൂടെ നിന്ന് സിനിമ ചെയ്യുന്നൊരു സുഖമുണ്ട്. അടുത്തിടെ വന്ന ചിത്രങ്ങൾ പ്രതീക്ഷിച്ചത്ര ഒരു പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയ സിനിമകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട എന്ത് കാര്യങ്ങളാണ്? ഇപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ് കാര്യം. എല്ലാ ഡയറക്ടേഴ്സിനുള്ളൊരു പ്രശ്നമുണ്ട്. 36 വർഷമാകുമ്പം നമുക്ക് നമ്മളെ സ്വയം റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അത് സക്സസ് ആയാലും ഇത് സക്സസ് ആയാലും അന്ന് അതുപോലെ ചെയ്യാം. അത് ചെയ്യാൻ പോയാൽ അബദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ചെയ്യാൻ പാടില്ല. ചില സിനിമകളിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാറുണ്ട്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, മിഥുനം, ഇതൊന്നും തിയേറ്ററിൽ ഓടിയിട്ടില്ല.
ഫ്ലോപ്പാണ് ഈ ചിത്രങ്ങൾ. പക്ഷെ പിന്നീട് ആ സിനിമയെക്കുറിച്ച് ഇന്നും ആ സിനിമകൾ സർവൈവ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം ഇപ്പോൾ ചിലപ്പം ഞാൻ വെച്ചാൽ നമ്മളൊരു സിനിമ ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ആ സിനിമ പ്രേക്ഷകരെ അംഗീകരിച്ചില്ല, ആ സമയത്ത് തിയേറ്ററിൽ ഓടിയില്ലെങ്കിലും പിന്നീട് ആ സിനിമയ്ക്കൊരു ആളുകൾ ആ സിനിമയെക്കുറിച്ച് നല്ലത് പറയും, ആ സിനിമയുടെ നന്മ മനസ്സിലാക്കും. അത്രയും ഉണ്ടായാൽ മതി. അതും കൂടെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അപ്പം നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇത്തവണ ചെയ്യുന്ന സിനിമ എന്തായാലും ഞാൻ മുമ്പ് ചെയ്തൊരു സിനിമയുടെ ഛായയൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഒപ്പം ചെയ്തത്. ഈ സൂചിപ്പിച്ച സിനിമകളൊക്കെ തന്നെ നമ്മളിപ്പോഴും ഒരുപാട് കാണുകയും ടി വിയിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും മാറ്റാതെ കാണുകയൊക്കെ ചെയ്യുന്ന സിനിമകളാണ്. ഈ സിനിമകളും ഡയലോഗുകളും അല്ലെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ ഒരുപാട് സിനിമകളും ഡയലോഗുകളൊക്കെയാണ് ഇപ്പോൾ ട്രോളന്മാരുടെ കാലമാണല്ലോ, ഇന്റർനെറ്റിൽ ഒരുപാട് തമാശക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്ന സാധനം തുറക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ്. അതിന് പകരം കൂടുതലും ഡിസ്ട്രക്റ്റീവായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സെക്ഷൻ ഞാൻ നോക്കത്ത് പോലുമില്ല. തീർച്ചയായും നമ്മുടെ ഇപ്പം ഒരുപാട് ഓണ റിലീസുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. ഇപ്പോൾ വീണ്ടും ഒരു ഓണം റിലീസിലേക്ക് എത്തുന്നു. എന്താണ് ആ ഒരു ഓണക്കാലത്തെ ഓർമ്മകളും ഓണം റിലീസുകളെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ? എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ഞാനൊരു വളരെ എന്താ പറയുക, ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥരുടെ മകനായിട്ട് ജനിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ കാറോ സൈക്കിൾ പോലും ഇല്ലാത്തൊരു വീട്ടിൽ നമ്മൾ ജനിച്ചവരാണ്. അപ്പം ആകെ പുസ്തകം വാങ്ങിച്ചു തരും, ഓണത്തിന് ഡ്രസ്സ് എടുത്ത് തരും. ഒരു വർഷം ഓണത്തിനുള്ള ഡ്രസ്സേ ഉള്ളൂ. അപ്പം അങ്ങനെ വളർന്ന ഒരു ഇതിൽ വളരുമ്പോൾ സിനിമയ്ക്കൊന്നും പൈസ ഇല്ല. അല്പം മോഷണമൊക്കെ നടത്തണം ഇടയ്ക്കൊരു സിനിമ കാണണമെങ്കിൽ. അപ്പം അതുപോലെ തന്നെ പക്ഷെ ഒരു വർഷത്തിൽ ഒരു സിനിമ കാണാൻ അവകാശമുണ്ട് ഓണത്തിന്. അന്നൊരു 1 രൂപ തരും. അന്ന് പോയിട്ടാണ് ഞാനൊരു സിനിമ കാണുന്നത്. എത്രയോ വർഷം അങ്ങനെയായിരുന്നു, ഏകദേശം പ്രീ ഡിഗ്രി വരയ്ക്കുക ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ അന്നൊരു സിനിമ കാണും. അത് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ഓണം റിലീസ് എന്ന് പറയുന്നത് ആര്യൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഞാൻ ശക്തി തിയേറ്ററിൽ പോയി നിന്നപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇടിച്ചു കയറുന്നപ്പോൾ അവരിലെല്ലാം ഞാൻ എന്നെ കണ്ടു. എനിക്ക് സത്യമായി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയൊരു നിമിഷമാണ്. അതായത് എന്നെപ്പോലെ ഒരുപാട് പേര്, ഇതിൽ പലരും ഒരുപക്ഷെ നാളെ എന്നെക്കാട്ടിലും വലിയ ഡയറക്ടേഴ്സ് ആയേക്കാം, സിനിമയിലെ ആക്ടേഴ്സ് ആയേക്കാം, ഒക്കെ ഉണ്ടായിരിക്കും ആ തള്ളുന്ന ആളുകളിൽ. സോ ഇപ്പോഴും അതാണ് എൻ്റെ സിനിമയും ഓണമായിട്ട് വെക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഞാൻ ഓർക്കുന്ന മൂമെൻ്റ് അതാണ്. ഈ ഓണം റിലീസുകൾക്ക് വളരെ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വീട്ടിൽ നിന്ന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം സ്വന്തമായിട്ട് ഓണം റിലീസുകളൊക്കെ ഉണ്ടായപ്പോൾ അച്ഛനമ്മയും കൊണ്ട് അങ്ങനെ സിനിമകൾ കാണാൻ? എൻ്റെ അച്ഛനും അമ്മയ്ക്ക് 2 പേർക്കും സിനിമ കാണാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഞാനത് പറഞ്ഞിട്ട്, അതായത് ഞാൻ SSLC കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചോദിച്ചു ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ കൊള്ളാം, പൂനെയിൽ പോയാൽ കൊള്ളാം. അവിടെ എന്താ പഠിപ്പിക്കുക? സിനിമ. അതൊരു ജീവിതമാർഗ്ഗമാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വിളിച്ചു ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട്. അതൊന്ന് അച്ഛൻ കാണണമെന്നുണ്ടായത്. എന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ കൂടെ തുടങ്ങി എന്നുള്ള ഒന്ന് കാണണം. അത് മാത്രം പുള്ളിയുടെ മുമ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു ക്ലാസ് എടുക്കുന്നിടത്ത് പുള്ളിയെ കൊണ്ട് തിരുത്തണം എന്ന് വിചാരിച്ചാലേ അത് നടന്നില്ല. ഒപ്പം എന്നുള്ള സിനിമയിൽ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഇതാണ് കേന്ദ്ര കഥാപാത്രം. രാമച്ചൻ എന്നൊക്കെ പാട്ടിൽ പറയുന്നത് കേട്ടു. അപ്പം സ്വന്തം ലൈഫിൽ കണ്ണുകൾക്ക് സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ആ കഥാപാത്രത്തെക്കുറിച്ച് എഴുതാൻ നേരത്ത് അതിൻ്റെ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, നത്തിങ്. ബിക്കോസ് എനിക്ക് എൻ്റെ കണ്ണ് പോയതൊരു ക്രിക്കറ്റ് ആക്സിഡൻറ്റ്. അപ്പം ദൈവാനം കൊണ്ട് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നും പറ്റാത്തതുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റി. ഇതല്ല, അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നേരത്തെ അന്വേഷിച്ച് പറഞ്ഞു, ഈ ജന്മന അന്ധരായിട്ടുള്ള മനുഷ്യർക്ക് അവരെ സംബന്ധിച്ച് ലോകം മുഴുവൻ ഇരുട്ടാണ്. ഇപ്പോഴത്തെ ഞാൻ അങ്ങനെ ഒരുപാട് സോ മെനി ബ്ലൈൻഡ് പീപ്പിൾ. ഇപ്പോൾ രവീന്ദ്ര ജെയിൻ, ബിത്തോവൻ, ഇങ്ങനെ എത്രയോ ബ്ലൈൻഡായിട്ട് ആളുകൾ മ്യൂസീഷ്യൻസ് ഉണ്ട്. ഒരാളിപ്പോൾ എവറസ്റ്റിൽ കയറിയിരിക്കുന്നത്. എന്തിനാണ് ഇയാൾ, എന്ത് കാണാനാണ് അവിടെ കയറിയെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അപ്പം മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ആലോചിച്ചപ്പം അയാൾക്ക് പേടിയില്ല. എന്ന് വെച്ചാൽ താഴോട്ട് നോക്കിയാൽ അറിയത്തില്ല എത്ര ഡീപ്പാണെന്ന്. സോ മേ ബി അങ്ങനെ പല ചലഞ്ചുകളും ബ്ലൈൻഡായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്.
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്? ഒപ്പം എന്നുള്ള സിനിമ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇന്നൊരു കാര്യം കൊണ്ട് നമ്മൾ എന്തായാലും ഇത് കണ്ടിരിക്കണം എന്ന് പറയും. ഇത് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മോഹൻലാലിന് ഇത്രയും സുന്ദരിയായിട്ടൊരു ഹീറോയിനെ ഇന്നുവരെ ഒരു സിനിമയിൽ കാണിച്ചു കാണില്ല. എൻ്റെ പടത്തിലെ ഹീറോയിൻ മീനു എന്ന് പറഞ്ഞ മോഹൻലാൽ ഹീറോ, മീനു ഹീറോയിൻ. ഇതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. മിനിങ്ങും മിന്നാമിനിങ്ങ എന്നുള്ള സോങ് അതാണ് ആ ഡുവേറ്റാണ്. അല്ലാതെ എത്രയും വർഷം അഭിനയിച്ചിട്ട് ഒരു കൊച്ചുമായിട്ട് ഒരു കുട്ടിയായിട്ട് ഡുവേറ്റ് പാടുന്ന ആദ്യമായിട്ടാണ്. സോ ഐ തിങ്ക് ഷീ ഈസ് ദ ഹൈലൈറ്റ് ഓഫ് ദ ഫിലിം. പക്ഷേ എല്ലാവരും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സ് ഈ സിനിമയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം ഹോപ്പിംഗ് ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സിനിമ ഫോർ എ ഫെസ്റ്റിവൽ. തീർച്ചയായും ഈ ഓണക്കാലത്ത് നമ്മുടെ ഓണം കുറച്ചുകൂടി ആഘോഷമാക്കാൻ ഒപ്പത്തിന് സാധിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓണാശംസകൾ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. എന്താണ് ഞങ്ങളുടെ കൈരളിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കൈരളിയുടെ പ്രേക്ഷകരെല്ലാം, കൈരളി എന്ന് പറയുമ്പോൾ തന്നെ മലയാളികളാണല്ലോ, കേരളീയരാണല്ലോ, അവരോട് പറയാനുള്ളത് പ്രിയദർശൻ ഇത്രയും നാൾ നിങ്ങളെ രസിപ്പിച്ച പോലെ ഇനിയും രസിപ്പിക്കാനുള്ള അവസരം എനിക്ക് തരണം. ഈ ഓണവും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനോഹരമായ ഓർമ്മകളുള്ള ഒരു ഓണമായി മാറട്ടെ. താങ്ക് യു.